അതിനുള്ള സുരേഷ് ഗോപിന്റെ പരിപാടിയൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും ഒരു മണ്ഡലത്തിൽ. പാലക്കാട് പോയപ്പോ അവിടുത്തെ കുറച്ച് ആളുകൾ പറയാണ്, ഞങ്ങൾ 300 പേർ അവിടുന്ന് 300 പേർ രാവിലെ ബസ് കയറി ടൂർ പോയി. എല്ലാവരും തെരഞ്ഞെടുപ്പ് ദിവസം ടൂർ പോകുന്ന കണ്ടിട്ട് എല്ലാവരും വിചാരിച്ച് തൃശ്ശൂർ മൃഗശാലയൊക്കെ കണ്ടുവരാനാണെന്ന്. പിന്നെ തിരിഞ്ഞത് മൃഗശാലക്കപ്പുറം അവിടെയുള്ള മറ്റു ചിലരെ കണ്ട് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരാനാണ്. ഡ്രൈവറും കൂട്ടരും ഒക്കെ കൂടെ 72,000 വോട്ട് വിവിധ ഫ്ളാറ്റുകളിലും മറ്റും കൃത്രിമമായി ചേർത്തെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കൃത്രിമ വിജയം. ഇത് ചോദിച്ചപ്പോ അവര് പറയാണ്, ഞങ്ങൾ ഇനിയും കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് ചോരി നടപ്പിലാക്കിയ നാണം കെട്ട പാർട്ടിയാണ് BJP. അതുവഴിയല്ലാതെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഒരിക്കലും അതിന് കേരളം സമ്മതിക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. ഞാൻ സൂചിപ്പിച്ചത് ഇവരുടെ മെയിൻ പരിപാടി ആരെങ്കിലുമൊക്കെ സ്വസ്ഥമായി വീട്ടിൽ കറങ്ങി ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട് പൊളിക്കുക, എന്നിട്ട് ആ വീടും ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കോർപ്പറേറ്റുകൾക്ക് നൽകുക. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. സമ്മതിക്കരുത് നമ്മൾക്ക്.